നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കുറുന്തോട്ടിക്കും വാദമോ എന്ന് പലരും ചോദിക്കും. ഇപ്പോൾ പുറത്തു വരുന്ന ചില വാർത്തകൾ കേൾക്കുമ്പോൾ അങ്ങനെ ചോദിക്കാനാണ് തോന്നുന്നത്. തിരുവനന്തപുരത്തെ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ നിന്നും 2 കോടി രൂപ വിലയുള്ള ഏകദേശം വില വരുന്ന ആനക്കൊമ്പ് മോഷണം പോയിരിക്കുന്നു. ഈച്ച പോലും വിലങ്ങാൻ കഴിയാത്ത സ്ഥലമാണ് പട്ടാള ക്യാമ്പുകൾ എന്ന് പറയുന്നത്. പാങ്ങോട് മിലിറ്ററി ക്യാമ്പിന്റെ അതുവഴി സഞ്ചരിച്ചിട്ടുള്ള നമുക്ക് ഏവർക്കും അറിയാം. ഏതാണ്ട് 1 കിലോമീറ്റർ മുമ്പ് മുതൽ തന്നെ പാങ്ങോട് മിലിറ്ററി ക്യാമ്പ് കടന്നു പോകുന്ന ആ വഴികളിലുടനീളം പോലീസും സർവൈലൻസ് ക്യാമറകളും വളരെ പട്ടാളത്തിൻ്റെതായ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടാണ് അവിടെ ആ വഴി കടന്നു പോകാൻ പോലും നമുക്ക് കഴിയുക. അവിടെ നമുക്ക് കാണാൻ കഴിയും പോലീസുകാരെയും അതുപോലെ തന്നെ അവിടുത്തെ പട്ടാളക്കാരെയും അവരുടെ സംരക്ഷണവും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഏതായാലും ആരാണ് ഈ പട്ടാളത്തെയും പറ്റിച്ച് പട്ടാള ക്യാമ്പിൽ കയറി ആനക്കൊമ്പുകൾ കൊണ്ടുപോയത് എന്നതാണ് ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത്. കഴിഞ്ഞ റിപ്പബ്ലിക് ദിനാഘോഷത്തോടനുബന്ധിച്ച് മദ്രാസ് റെജിമെന്റിന്റെ കരസേനാ മേധാവിയുടെ കമൻഡേഷൻ ആഘോഷിക്കാൻ അത് ബുധനാഴ്ച രാത്രി നടത്തിയ ഒരു DJ പാർട്ടി ഉണ്ടായിരുന്നു. ഈ DJ പാർട്ടിയിൽ നിന്നാണ് പുറത്തു നിന്നുള്ളവർ അകത്തേക്ക് വന്നിട്ടുള്ളത്. അതുമെല്ലാം തരത്തിലുള്ള പരിശോധനകളും പൂർത്തിയായ ശേഷമാണ് ഇവരവിടെ എത്തിയിട്ടുള്ളത്. അവിടെ മറ്റു ചിലർ വന്നിട്ടുള്ളത് കേറ്ററിംഗുകാരും DJയുടെ ലൈറ്റിങ് ഇതുമായി ബന്ധപ്പെട്ടവരും മാത്രമാണ്. അങ്ങനെ 19 പേരാണ് അവിടെ എത്തിയിട്ടുള്ളത്. ഈ 19 പേര് വ്യാഴാഴ്ച പുലർച്ചെ 3 വരെ ആഘോഷമുണ്ടായിരുന്ന സമയം അവിടെ ഉണ്ടായിരുന്നു. അവിടെ മെസ്സാളിലെ സ്റ്റാൻഡിൽ ഘടിപ്പിച്ചിരിക്കുന്ന ആനക്കൊമ്പുകളാണ് നഷ്ടമായിട്ടുള്ളത്. അപ്പോൾ അവിടെ ഈ 19 പേരാണ് അഡീഷണലായി പുറത്തുനിന്ന് ഉണ്ടായിരുന്നത്. ആ 19 പേരിലേക്ക് തന്നെയായിരിക്കും അന്വേഷണം നീങ്ങുക എന്ന കാര്യത്തിനും ഒരു സംശയവുമില്ല. അനുമതിയില്ലാതെ ഈച്ച പോലും ഇറങ്ങാൻ കഴിയാത്ത സ്ഥലമാണ് ഈ സൈനിക ക്യാമ്പ് എന്ന് പറയുന്നതെന്ന് നമുക്കറിയാം. അവിടെയാണ് മദ്രാസ് റെജിമെന്റിലെ ഓഫീസേഴ്സിന്റെ DJ നടക്കുന്ന സ്ഥലത്ത് ഇങ്ങനെയൊരു മോഷണം നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും തിരച്ചിൽ നടത്തി, ഇതുവരെ അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വ്യാഴാഴ്ച രാത്രി പട്ടാളം തന്നെ ആദ്യഘട്ടത്തിൽ തിരച്ചിൽ നടത്തി. അത് കഴിഞ്ഞ് വ്യാഴാഴ്ച രാത്രി ഏതാണ്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് K. കാർത്തിക്കിന് തന്നെ വിവരം അറിയിച്ചു. സുബൈദാർ GS വിനോദിന്റെ പരാതിയിൽ വ്യാഴാഴ്ച അർദ്ധരാത്രി പൂജപ്പുര പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. DJ പാർട്ടിയുമായി ബന്ധപ്പെടുത്തിയാണ് കവർച്ച നടത്തിയത് എന്നാണ് FIR നൽകുന്ന സൂചന. 19 പേരെയാണ് പോലീസ് ചോദ്യം ചെയ്തെങ്കിലും ഇതുവരെ തുമ്പ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കൂട്ടത്തിൽ പ്രായപൂർത്തിയാകാത്തവർ പോലും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാർത്തികിന്റെ മേൽനോട്ടത്തിലും DCP തപേഷ് ബസുമാരി, കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ അജയ്നാഥ് എന്നിവരുടെ നേതൃത്വത്തിലും പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. ഈ ആനക്കൊമ്പ് കണ്ടെത്താൻ വേണ്ടി മോഷണത്തിനും അതിക്രമിച്ച് കടന്നതിനും 7 വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന BNS 333 4 വകുപ്പുകളും 305 ഈ വകുപ്പുകളും ചുമത്തിയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഏതായാലും ചില സൈനികരെയും സംശയിക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ 2 കൊമ്പുകൾക്ക് കൂടി ഏകദേശം 100 കിലോയിലേറെ ഭാരമുള്ളതിനാൽ ഒരാൾക്ക് മാത്രമായി ഇത് എടുത്തുകൊണ്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് പോലീസ് നിഗമനം. അതുകൊണ്ട് തന്നെ 1-ലേറെ പേരടങ്ങുന്നൊരു സംഘമാണ് ഈ കൊള്ളയ്ക്ക് പിന്നിലെന്ന് സൈനിക ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ടോ എന്നുള്ളതൊക്കെ ഇപ്പോൾ അന്വേഷിക്കുകയാണ്. ഏതായാലും 19 പേരെ ഇതുവരെ ചോദ്യം ചെയ്തിട്ടും തെളിവുകളൊന്നും കിട്ടാത്ത സാഹചര്യത്തിലാണ് അന്വേഷണം സൈനിക ഉദ്യോഗസ്ഥരിലേക്ക് കൂടി നീങ്ങുന്നത്. സൈനിക കേന്ദ്രത്തിലെ മേധാവിയും റെജിമെന്റുകളുടെയും വിവിധ യൂണിറ്റുകളുടെയും മേധാവികളായ കമാൻഡിംഗ് ഓഫീസർമാരും ഉപമേധാവികളായ ഓഫീസർ കമാൻഡിംഗും വിങ്ങും അടക്കമുള്ളവരെയെല്ലാം അവരുടെ കുടുംബങ്ങളും അടക്കം 100-ലേറെ പേർ അവിടെ അതിഥികളുമായി ഉണ്ടായിരുന്നു. 2 മദ്രാസ് റെജിമെന്റിലെ 300ഓളം പേരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ സൈനികരും ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സൈനികരുടെ അവസ്ഥ എന്താകും എന്നേ നമുക്ക് കാത്തിരുന്ന് കാണുക മാത്രമേ നിവർത്തിയുള്ളൂ. നമുക്കറിയാം, പട്ടാളത്തിന്റെ ഈ പ്രവേശന കവാടത്തിൽ CCTV ക്യാമറ സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം മാത്രമേ കയറാവൂ. പുറത്തുനിന്നുള്ളവർക്ക് അങ്ങനെ മാത്രമേ അനുവാദവും ലഭിക്കുകയുള്ളൂ. റോഡിൽ നിന്നും ഏതാണ്ട് 1.5 കിലോമീറ്റർ ഉള്ളിലാണ് ഓഫീസേഴ്സ് ബസ്. പ്രധാന കവാടത്തിലൂടെ അല്ലാതെ പുറത്തു കടക്കാനുമാകില്ല. ഉറങ്ങുമ്പോഴും സുരക്ഷാ പരിശോധനകളുണ്ട്. പിന്നെ എങ്ങനെ ഇത് സാധിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് എത്ര വിദഗ്ധമായി ഇതെങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. ഇവിടെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് തുമ്മുണ്ടാക്കാനാകുമോ എന്ന ശ്രമം നടക്കുന്നു. ഫോറൻസിക് പരിശോധനയടക്കം പൂർത്തിയാക്കി കഴിഞ്ഞു. സൈന്യം സമാന്തര അന്വേഷണവും തുടങ്ങിയിട്ടുണ്ട്. മെസ് ഹാളിലെ ടീപ്പോയ്ക്കരികിൽ പ്രത്യേക സ്റ്റാൻഡിൽ മെമ്മന്റോകളും ഫോട്ടോകളുമാണ്. ആ ഫോട്ടോകൾക്കൊപ്പമാണ് ഈ ആനക്കൊമ്പ് സൂക്ഷിച്ചിരുന്നത്. സമീപത്ത് നിന്നായി പ്രതികളുടേതെന്ന് സംശയിക്കുന്ന ചില വിരലടയാളവും ശേഖരിച്ചിട്ടുണ്ട്. DJ പാർട്ടിക്ക് വന്നുപോയ എല്ലാവരുടെയും വിരലടയാളം ഒത്തുനോക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
ഏതാണ്ട് സുരക്ഷിതമായി, അതായത് ഈ ആനക്കൊമ്പുകൾ മോഷണം പോകാതെ സൂക്ഷിക്കാൻ വേണ്ടി 1992 സർക്കാർ കൈമാറിയ ആനക്കൊമ്പുകളാണ് ഇപ്പോൾ മോഷണം പോയിരിക്കുന്നത്. തിരികെ ആവശ്യപ്പെട്ടാൽ നൽകാമെന്ന ഉറപ്പിന്മേലാണ് ഇത്. പട്ടാള ക്യാമ്പിൽ ഈ മറ്റ് യൂണിറ്റ് കേന്ദ്രങ്ങളിലേക്കും പ്രധാന ഓഫീസുകളിലേക്കും ഒക്കെ ആനക്കൊമ്പുകൾ പ്രദർശിപ്പിച്ചിട്ടുമുണ്ട്. പട്ടാള ക്യാമ്പിലേക്ക് എത്താനുണ്ടായ സാഹചര്യം ഇത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ സർക്കാർ തന്നെ പട്ടാള ക്യാമ്പിലേക്ക് ഏൽപ്പിച്ചതാണ് എന്നുള്ളതാണ്. 6 മാസം മുമ്പ് കൂടുതൽ ആനക്കൊമ്പുകൾ തേടി വനം വകുപ്പിന് കത്ത് ലഭിച്ചിരുന്നെങ്കിലും കേന്ദ്രാനുമതി ലഭിക്കാത്തതിനാൽ ആനക്കൊമ്പുകൾ സർക്കാർ നൽകിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ സംസ്ഥാനത്തിന് പുറത്തേക്ക് പോലും ഇത് കടത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ശാസ്ത്രീയ അന്വേഷണത്തിലൂടെ പ്രതികളെ പിടികൂടും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും പിടികൂടാവൊന്നും ഇരിക്കില്ല. അവിടെ നിന്ന് അങ്ങനെ ഒരു കാര്യം മോഷണം പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പിടികൂടപ്പെടുക തന്നെ ചെയ്യും. പക്ഷേ എന്തിനാണ് അങ്ങനെ ഒരു കാര്യം? പട്ടാള ക്യാമ്പിൽ നിന്ന് കൊണ്ടുപോയാൽ പിടിക്കപ്പെടുമെന്ന് 100% ഉറപ്പുള്ള കാര്യമാണ്. പിന്നെ ഈ വിഡ്ഢിത്തരമൊക്കെ ആരാണ് കാണിക്കുന്നത്? എന്തായിരുന്നു ഇതിന്റെ പിന്നിലെ ലക്ഷ്യം എന്നുള്ളതൊക്കെ അന്വേഷണ വിധേയമാകേണ്ടതുണ്ട്. പട്ടാളക്കാർക്ക് ആർക്കെങ്കിലും പങ്കുണ്ടോ, പുറത്തുനിന്നുള്ളവർക്ക് പങ്കുണ്ടോ എന്നൊക്കെ അന്വേഷണത്തിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാനും കഴിയുകയുള്ളൂ.